ഞാൻ ഈ 80 മുതലുള്ള സ്ട്രീറ്റ് പ്ലേകൾ, അതിൻ്റെ പിന്നെ കുറച്ച് നാടകം, പിന്നെ അമ്മച്ചർ നാടകങ്ങൾ, കൂടാണ്ട് ഇപ്പോൾ ഒറ്റയാൾ നാടകങ്ങളൊക്കെ ഞാൻ 2013 മുതൽ ഇപ്പോൾ ഈ സമയം വരയ്ക്ക് വെച്ചത്. ആദ്യത്തെ കോർണർ ഓർമ്മയുണ്ട്, ചീമണി, പ്ലാസ്റ്റിക്, മാലിന്യം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിദ്യാഭ്യാസ ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ രാഷ്ട്രീയ പ്രചരണ പരിപാടികൾ, ഇലക്ഷൻ പ്രചരണ പരിപാടികൾ, പിന്നെ ബൈബിൾ സംബന്ധമായിട്ടുള്ള പരിപാടികൾ. 1982 തൃശ്ശൂർ പൂരപ്പറമ്പിൽ എത്തിയപ്പോൾ നാടകമായിരിക്കുന്നത് ഡോക്ടർ സി കെ തോമസ് സാർ സംവിധാനം ചെയ്തത്. അദ്ദേഹം ദൂരദർശൻ ഡയറക്ടറേറ്റ് റിട്ടയർ NSD ഗോൾഡ് മെഡലിസ്റ്റാണ്, നാഷണൽ സ്കൂൾ കാമ്പ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ദൂരദർശൻ ഡയറക്ടറേറ്റ് റിട്ടയർ. അദ്ദേഹം 82 HA കോമോ എന്ന് പറയുന്ന നാടകം, ഇതാവശ്യം പറഞ്ഞ നാടകം തൃശ്ശൂർ പൂരപ്പറമ്പിൽ 15 ദിവസം കിട്ടിയിട്ട് അവതരിപ്പിച്ചു. ഞങ്ങൾ 150 കലാകാരന്മാരുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞ വർഷത്ത് ഈ മാസം അടുത്ത മാസം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഈ സിനിമ ആത്മീയമായി അതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊഡക്ഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ഗാന്ധിസത്തിനെ ബേസ് വിദ്യാഭ്യാസം വിഷയം. അതുപോലെ ഞാൻ ഈ 99 ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് കൊടുത്തു തൃശ്ശൂർ അന്നത്തെ സ്കൂൾ ഡ്രാമയുടെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ 10 ദിവസം നാടക പരിശീലനം കേരളത്തിലെ എല്ലാ പ്രമുഖരുമായി വേൾഡ് തിയേറ്ററിനെ കുറിച്ച് ചെറിയൊരു അവയർനെസ് കിട്ടി. പിന്നെ അദ്ദേഹം ക്യാൻസറൊന്നും പറ്റി. ഇപ്പം നമ്മുടെ ഈ പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ വൈഫ് മേഡം വരാൻ സാറിൻ്റെ വൈഫ്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര നാടകങ്ങൾ നടത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ കളിക്കുന്ന ഏറ്റവും പുതിയ നാടകം വയസ്സന്മാരെന്ന് പറഞ്ഞ നാടകം. അത് 7ാമത്തെ വേദിയാണ്. 6 വേദി കഴിഞ്ഞു. അത് വൃദ്ധരായവരെ കൈപിടിക്കുന്ന വിഷയമാണ്. AK ശിവദാസൻ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എഴുതിയൊരു കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് വയസ്സന്മാർ. അതിൽ പൂച്ചയും പട്ടിക്കും വയസ്സായാലും ഇത് തന്നെ സ്ഥിതി, അത് കൈവഴി. അതിനകത്ത് ഞാനൊരു മണിക്കൂർ അതിനൊപ്പമായി ചെറുപ്പത്തിൽ വീട്ടിൽ പടുതിരിപ്പാട്ടിനെ കുറിച്ചുള്ള കരിവീട്ടിൽ ഒന്നാണ്. ഇത് ഒരിക്കലും കഥ പറയുന്ന രീതി ദേവസിൻ്റെ നാടകത്തിൻ്റെ ഒറ്റയാൾ നാടകം കഥ പറയുന്നു. പണ്ടല്ല പിണ്ടം, ഇരിക്കപ്പിണ്ടം പഴയ പ്രയോജനം നടയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ആ നാടകത്തിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒറ്റയാൾ നാടകാവിഷ്കാരം ഉണ്ടാക്കിയതാണ് കരിവീട്ടി. അതിപ്പോൾ 90ാമത്തെ വേദിയിൽ കളിക്കാൻ പോകണം. അത് ഈ പറഞ്ഞ 10ാം വർഷത്തിൽ കളിക്കാം. 90ാമത്തെ വേദി സർക്കാരിൻ്റെ അവാർഡ് അങ്ങനെ അതിപ്പോ ഈ കലാകാരന്മാർക്ക് ഇവര് അത് കൊടുക്കുന്നത് ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ അവർ കൊടുക്കുന്നത് ചെറുപ്പക്കാർക്കും അതേസമയം താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കൊക്കെയാണ് സർക്കാർ ഗ്രാൻഡ് ഫെലോഷിപ്പ്. ഞാൻ അങ്ങനെ അതിൽപ്പെടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ നാടകോത്സവം ഫോക്കിൽ ഞാൻ പങ്കെടുത്തു. സാരി റോസ് എന്ന് പറഞ്ഞ നാടകത്തിൽ സാരി റോസ് ഏത് വർഷം? അത് പിന്നെ
ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ടീമാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്. ഞങ്ങൾ 20 ആർട്ടിസ്റ്റുകൾ 20-30 ആർട്ടിസ്റ്റുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാരീസ് അത് എന്ത് ലാറ്റിൻ വിദേശ നാടകമാണോ? അല്ല, അത് സ്ത്രീ മോചനമാണ് പ്രശ്നം. സ്ത്രീയുടെ സുരക്ഷാ സ്വാതന്ത്ര്യം വിഷയമാക്കിക്കൊണ്ട് ലാറ്റിൻ അമേരിക്ക എന്നുള്ള ഒരു സംഘം നാടക സംഘം അവർ വന്നിട്ട് നമ്മുടെ നാടകക്കാരെ നാടകം അവരുടെ നാടക അവതരണ തന്ത്രങ്ങൾ നമുക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ ആ 2013 PRD വഴി ഞങ്ങൾ അവിടെ ഡയസിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണെന്ന് ചോദിക്കല് ഞാൻ. അപ്പം ഞാൻ അവിടെ ഉണ്ട്. നാടകം കളിക്കാനല്ല ഞങ്ങളവിടെ അതിൻ്റെ വാർത്ത കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള ചേട്ടൻ ഞാൻ കൊണ്ടുപോകുന്നു. ഇപ്രാവശ്യത്തെ കഴിഞ്ഞ ആഴ്ച നാടകം ടാസ് നാടകോത്സവം കഴിഞ്ഞല്ലോ. ഇവിടെ അതിലുണ്ടാവും. ടാസ് നാടകോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹമാണ് പീപ്പിൾസ് കേട്ടിൻ്റെ ഡയറക്ടർ ചെയ്യുന്നത്. എൻ്റെ മാഷ് അദ്ദേഹം പരിപാടിക്കുന്നു. ഗിരീഷ് കുമാർ ഗിരീഷ് കുമാർ അത്യാവശ്യം അല്ല, എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ആള് വലിയ നാടകത്തിൻ്റെ ആളായി. ടാസ് നാടകോത്സവത്തിൻ്റെ ഭാരവാഹി പിന്നെ ആലൂരെ വീട് അറിയുണ്ടാവും. മനോരമയിൽ ഇപ്പോൾ വർക്കുണ്ട്. പിന്നെ ഈ നാടകം പിന്നെ ഒഴിവുണ്ട്. പറ്റിയ ജോലി ആഴ്ച 2 ദിവസം പോകുമോ അത് സുഹൃത്തിൻ്റെ അത് അവർ നമ്മളവിടെ ഉണ്ടാവുന്ന ആൾക്കൊരു ചെറിയ പോസ്റ്റാണ്. എനിക്ക് പറഞ്ഞാൽ കലയാണ് മനസ്സിൽ മുഴുക്കാൻ. ഉപജീവനത്തിന് വേണ്ടി മാത്രം നമുക്ക് അതിൻ്റെ സമയത്ത് അതാത് രീതിയിലുള്ള പരിശീലനം കിട്ടിയെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാവും. നമ്മൾ പിന്നീട് നമ്മൾ അവിടെ പോയി പഠിക്കുന്ന ആഗ്രഹമുണ്ടായിരുന്നു. പാട്ട് സംഗീതം പഠിക്കുന്ന ആഗ്രഹം വീട്ടിലെ സാഹചര്യം അനുവദിച്ചില്ല. അതുകൊണ്ട് അത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും പഠിക്കാൻ പറ്റാതൊന്നും നഷ്ടമല്ല. പഠിക്കാൻ പറ്റില്ല എന്നിട്ട് അതൊന്നും നഷ്ടമല്ല. അതേ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ട് ജീവിതം ഭംഗിയായിട്ട് നിർവഹിക്കാന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പ്രധാനം. അതുകൊണ്ട് വീട് ഇപ്പം എൻ്റെ പേരക്കുട്ടിക്ക് ഫുൾ A+ കിട്ടി SLC. അത് കഴിക്കാൻ പെണ്ണന്വേഷിക്കും. അതിന് വന്നിട്ട് പോയിട്ട് കുറച്ചാളായിരുന്നു. മൊത്തത്തിൽ വരുമ്പോൾ അപ്പം കഴിഞ്ഞു. അത് ഇത് നമ്മൾ വേർപെടുത്തുക. അതാണ് നമ്മൾ ഈ ലൈഫ് സിനിമയുടെ കുറേ കൂടെ പോവാം. നമുക്കിപ്പോ അങ്ങനെ ലോകത്തില് ഞാൻ സിനിമ അഭിനയിക്കുന്നത് സിനിമ റിലീസായിരുന്നു. തിയേറ്ററിൽ സിനിമ കണ്ടിരിക്കുന്ന ജനമെന്നെ വിളിച്ചു. അത് ഇതിൽ നിന്നൊക്കെ പറ്റുന്ന പറയാം. ഞാൻ സിനിമ വരുന്ന
സിനിമ വരുന്ന സിനിമയിൽ എന്ത് ഭാഗമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി. നമ്മളിവിടെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വെട്ടികളെ ആ വീട്ടിൽ എൻ്റെ അച്ഛൻ പണ്ടേ അത് അച്ഛൻ പറയണത് അച്ഛനെയാണ് ഫസ്റ്റ് യേശുദാസിന് പകരം പാടാൻ വെച്ചത് ആൽപ്പാടിലേക്ക് ആ സംഭവം. അച്ഛൻ സ്കൂൾ മാഷായിരുന്നു. അന്ന് സ്കൂളിൽ എന്തോ പരിപാടി അച്ഛന് ആ സമയത്തേക്ക് സ്കൂളിൽ എത്താൻ പറ്റില്ല. പകരം അവര് അച്ഛന് ചെല്ലാൻ പറ്റില്ലായിരുന്നു. സ്കൂളിലെന്തോ തിരക്കുണ്ട്. യേശുദാസിനെ കൊണ്ട് പാടിക്കുകയും അച്ഛനെ അങ്ങനെ എന്നോട് അച്ഛൻ കുടിക്കുമ്പോൾ യേശുദാസ് എൻ്റെ പ്രാവി തുടങ്ങാൻ തുറച്ചോളാം പറയാം. അച്ഛൻ കുടിക്കുമ്പോൾ പറയും. അപ്പം ഞങ്ങളൊരു വിശ്വസിച്ചിൽ കുടിക്കുമ്പോൾ അച്ഛൻ പറയണതാണ് എന്നുള്ളത്. ഒരു ദിവസം പ്രസ് ക്ലബിൽ വെച്ചിട്ട് ബാബുവേട്ട എന്നോട് പറയാം, തൻ്റെ അച്ഛനാണ് യേശുദാസൻ ഒരു ഓപ്പണിങ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഞാൻ യേശുദാസിന് അച്ഛനെയായിരുന്നു ആദ്യം ആ ജാതിഭേദം മതോദ്ദേശം പാടാൻ വിളിച്ചിട്ടുണ്ടാവും. കാൽപ്പാടുകൾ എന്നുള്ള സിനിമയിൽ അച്ഛന് എത്താൻ പറ്റില്ല. അപ്പൊ പകരം യേശുദാസന് പാടി. അങ്ങനെ അപ്പൊ നമ്മുടെ അങ്ങനെ പോലെ സംഭവം. പിന്നെ അച്ഛൻ കാസറ്റിൽ പാട്ടാക്കിയിട്ട് മദ്രാസിൽ ഞാൻ അയച്ചു കൊടുക്കുകയാണ്. ട്യൂൺ ചെയ്തിട്ട് പാട്ട് എഴുതി ട്യൂൺ ചെയ്തിട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് സിനിമ വന്ന അച്ഛൻ്റെ പേരില് പാട്ടൊക്കെ വന്നു വേറെ ആളുടെ പേര്. അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മളിത് നമുക്കിപ്പോ എൻ്റെ ഒരു പരിചയത്തിൽ ആള് അതായത് സിനിമയിൽ ചെറിയ വേഷം തിയേറ്റർ മുമ്പിൽ കുറേ വീടുകളിലേക്ക് ആളുകൾക്ക് റൺ ചെയ്ത് കുറേ സെൽഫി കൊടുക്കുന്നു. സിനിമ കേട്ടോ. അപ്പൊ അങ്ങനെ വലിയ നമ്മൾ ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. ആ സീൻ അത് ആളുകളൊക്കെ തെളിയിക്കാവുന്ന രീതിയിലുള്ള സീനാണ്. ഇതിൽ എല്ലാം ചെയ്യാവുന്ന സിനിമയിൽ സീൻ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. നല്ലൊരു അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു അന്തരീക്ഷ സീൻ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതില്ല അപ്പുറത്തോളം നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ തന്നെയല്ല സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോയി നമുക്ക് നല്ല വേഷം കിട്ടുന്നു, നല്ല പരിഗണന കിട്ടുന്ന ഒരു ഉറപ്പില്ല. ഇതൊക്കെ എന്നെ വിളിച്ചിട്ട് ഞാൻ 25 സിനിമയിലെ ഓഡിഷന് പങ്കെടുത്തു. 7 സിനിമയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. 7 സിനിമ നടന്നിട്ടില്ല. 7 സിനിമ നടന്നിട്ടില്ല. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലുണ്ട്, ഇതൊന്നും ഈ ആളുകൾ ഈ പറയുന്ന പോലെ സിനിമ നടക്കണമെങ്കിൽ പ്രൊഡ്യൂസറുടെ സിനിമകളെല്ലാം തോന്നുന്നു. പ്രൊഡ്യൂസറുടെ സിനിമയ്ക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ജോലിക്ക് അതൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വിളിച്ചിട്ട് നമുക്കൊരു റോള് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന വേഷമാണ്. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കപ്പെടുള്ളൂ. അല്ലെങ്കിൽ സിനിമയിലൊക്കെ പോയി അവിടെ മിനിസ്റ്റർ ആ മിനിസ്റ്റർ മുമ്പിൽ ഞാൻ കഴിഞ്ഞ മാസം വീട്ടിൽ നടക്കും ഫുള്ളായിട്ട് കണ്ടത്. അത് അങ്ങനെ പറയുന്നത് സ്റ്റോറിയിൽ അങ്ങനെയില്ല. സ്റ്റോറിയിൽ അങ്ങനെയില്ല. ഒരു മിനിസ്റ്റർ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ മിനിസ്റ്റർ ആയതിൻ്റെ നേതാവിനെ അയാൾ തടഞ്ഞു വയ്ക്കുന്നതാണ്. അപ്പം മിനിസ്റ്റർ നീ എന്താ ധിക്കാരം ഭീഷണിപ്പെടുത്താൻ ഫ്ലാഷാണ്. പിന്നെ അതിൽ കണ്ടിട്ട് എന്നെ 12 സിനിമയിൽ വിളിച്ചത് ഒരു അമ്മയുടെ കഷ്ടം. അത് ഏതാണ്ടൊക്കെ അത് ടൈപ്പിക്കില്ല. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷനാണ്. പക്ഷേ അതൊക്കെ അഭിനയിക്കുന്ന നടൻ പുറപ്പെടുവിക്കുന്ന മാനേഴ്സുകളൊന്നും വേരിയേഷൻ അങ്ങനെ എല്ലാവരും പോലെ ചില നടന്മാരെ ഇപ്പോൾ പ്രേമനീയർ അഭിനയിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന് ആക്ടിങ്ങിൻ്റെ സ്കില്ല് കുറവാണ്. പക്ഷെ അത് ഭയങ്കര സുന്ദരനാണ്. പാട്ട് പാട്ടൊക്കെ അഭിനയിച്ചില്ല. അതല്ലാതെ ഓളം
അതേ അഭിനയിച്ചതായിട്ട് മണത്തോടെ ഇവർ വേഗം ഒരു ഭാഗങ്ങളിലോ അങ്ങനെ ഏതൊരു അല്ല അത് കമേഴ്ഷ്യൽ രീതിയിൽ ചെയ്ത് പോകാം ഒരു ആക്ടിങ് അല്ല അതാണ് സത്യം. അപ്പോൾ അത് പക്ഷേ ഇനി സത്യം നല്ല വെറൈറ്റി റോള് ആക്ടറാണ് ഒക്കെ ആക്ടറാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒരു എം എൽ എ ആണ്. എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു കുരുട്ട് ബുദ്ധിയുള്ള അത് ഇങ്ങനെ ചെയ്തു. പിന്നെ അതിന് ശേഷം അത് വിളിച്ചിട്ടുണ്ട് പാർസലിൽ ഇറങ്ങിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം അഭിനയിച്ച സിനിമയിൽ നല്ല മത്സ്യത്തൊഴിലാളി ആവശ്യമില്ലാത്ത സിനിമകളൊന്നും ആലോചിച്ചിട്ട് ആരംഭിച്ച ശേഷം ആണ് ഇത് പഴയ കൂട്ടുകാരിയാണോ അത് പ്രിയനോട് അത് എനിക്ക് അതായിരുന്നു കുവൈറ്റിൽ ഞാനൊരു നാടക ഗ്രൂപ്പുണ്ടായിരുന്നു. ഒരു തരം ഫ്യൂച്ചർ ചെയ്യപ്പം സ്ഥാപനം ഞാൻ ഞാനാണ് അതിൻ്റെ സ്ഥാപനം. സമയം ഫ്രീ ആയി ഒന്നും പോലെ ലീഗലായിട്ട് അവരൊക്കെ ഓരോരുത്തരെ ജോലി ചെയ്യാൻ സ്റ്റേജുകളാക്കി ചെയ്യാൻ കാർപ്പൻ്ററാണ്. സ്റ്റേജ് വർക്ക് അത് ഞാൻ ചെയ്യും. പിന്നെ സൗണ്ട് മ്യൂസിക് ഓപ്പറേഷൻ മ്യൂസിക് ഓപ്പറേറ്റ് സൗണ്ട് പിന്നെ സ്റ്റേജ് സെറ്റിങ് മ്യൂസിക് സംവിധാനം പരിശീലിക്കുക സ്കൂളുകൾക്ക് ക്ലാസ്സിൽ കണ്ടിട്ട് ബോഡി വോയിസ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചു നല്ലൊരു സ്കൂൾ പിന്നെ ഒരു എഴുപത്തിൻ്റെ സ്കൂൾ പിന്നെ കുറേ സ്കൂളുകൾ ഫെസ്റ്റിവൽ സംസ്ഥാന കലോത്സവത്തിനൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഇല്ല അങ്ങനെ മുമ്പ് പോയില്ലായിരുന്നു. പോയിട്ട് പോയില്ല എനിക്ക് പോയില്ല. അതിൻ്റെ ഒരു സംഭവം അത് തൊഴിലാണ് തൊഴിലായിട്ടുണ്ടാകും തൊഴിലുണ്ടല്ലോ പറ്റില്ല അതിൽ പിന്നെ അതിൻ്റെതായിട്ടൊരു അങ്ങനത്തെ ഒരു ഞാൻ ബേസിക്കലി ആക്ടിങ് ആണ് എൻ്റെ ആക്ടിങ്ങിനെ ഇവിടെ സ്പേസ് കിട്ടുമെന്നാണ് എൻ്റെ ഇപ്പോൾ അതിന് അതിന് ചിലപ്പോൾ ഇതിനെയാവും അഭിനയിക്കാൻ പോകും. ഞാനിപ്പോൾ ദാസ്തോന്നാണെങ്കിൽ കേൾക്കുന്നാണ് അതെവിടെയാ അത് ഇപ്പം താല്പര്യം വിളിച്ചു. പിന്നെ പുതുപ്പാൻ്റെ കിണറ് ഇത് പാറപ്പാടാണ് ഞാവൽക്കാട് അത് പാറപ്പാടാണ് സ്കൂളിൻ്റെ കുട്ടികൾക്ക് അപ്പൊ അത് സ്കൂളുകളിൽ കളിക്കുന്നുണ്ടാവും. ആ ചില സ്കൂളുകൾക്ക് കിട്ടിയപ്പോൾ അതൊക്കെ പഠിക്കും. കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ കളിച്ചു പോകും. അപ്പോൾ എങ്ങനെ അഭിനയിക്കാം എങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ
മേക്കപ്പ് ആ മേക്കപ്പ് ഒക്കെ ആയിട്ടാണോ സ്കൂളിൽ ക്ലാസ്സിൽ പോകുമ്പോൾ? ഈ ഇരട്ട ജീവിതത്തിൽ 4-5 വേഷം അറിയുന്നത് വേഷം പകർന്നാട്ടല്ല ഒരു വേഷം പെട്ടെന്ന് ഈ ആക്ടിങ്ങിൻ്റെ ഒരു ചലഞ്ചാണ്. നല്ല കേൾപ്പിച്ചതാണ് അപ്പോൾ കേൾപ്പിച്ചത് നിങ്ങളെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കളിക്കണം, ഇത് പാട്ട് പാടണം. അങ്ങനെ ഞാൻ കാണാൻ കളിക്കാൻ വേണ്ടി നഷ്ടത്തിലധികം 50 വർഷം. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിൽ കളിക്കുമ്പോൾ കേൾപ്പിച്ചിൽ വിളിക്കുന്ന നടന്മാർ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ഇത് ചെയ്യുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് വളരെ ഫോട്ടോസ് എടുത്ത് ഇന്ത്യയായിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കും. അയാൾ എനിക്ക് നിങ്ങൾ ഈ മുമ്പിൽ തന്നെ കഥാപാത്രം പറഞ്ഞു മേക്കപ്പ് പറഞ്ഞു കുഞ്ഞുമൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം. അത് ഭയങ്കര വ്യത്യസ്തത നടന്നു. അപ്പം അതിലുണ്ടെങ്കിൽ നമ്മൾ ഈ 10 ദിവസം നാടകക്കളയിൽ നമ്മൾ വേൾഡ് തിയേറ്റർ ബേസിക്കായിട്ട് ചെറിയ വേൾഡ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നമ്മൾ പോകുമ്പോൾ അതിലിപ്പോൾ വേൾഡ് തിയേറ്ററിൻ്റെ പഴക്കത്തിനോടൊപ്പം തിയേറ്ററും കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ കൂടിയാണ്. അതുപോലെ പഴയ നാടക സംഘടന വളരെ നാടകം പാട്ട് നാടകങ്ങൾ നാടകങ്ങൾ പഴക്കമുള്ള നാടകം കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കളിക്കുന്ന ആ നാട്ടിലെ ആൾക്കാർക്ക് ഒരു റിലീഫിന് വേണ്ടി ചെയ്യുന്ന അങ്ങനെയല്ലേ ഈ വെള്ളരി നാടകങ്ങൾ എന്നറിയപ്പെടുന്നത്. ആ കൊയ്ത്ത് കഴിഞ്ഞാൽ ഞാൻ നാടകത്തിനത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതാണ് ബേസ്. അപ്പോൾ നമ്മുടെ നാട് നമ്മുടെ ഈ ഇപ്പോൾ നടക്കുന്ന ഒസിനിയ നാടകം തമിഴ്നാടകത്തിൻ്റെ ഒരു ചൂട് വെച്ചിട്ടുള്ളതാണ്. ഒസിനിയ സ്റ്റേജ് കാണികൾക്ക് അഭിമുഖമായി സ്റ്റേജ് പ്രൊസീനിയൻ സ്റ്റേജ് അതാണ് നമ്മൾ അഭിമുഖമായിട്ടുള്ള എല്ലാതും അങ്ങനെയൊന്നല്ലേ? അല്ല ഇതിനകത്ത് ഏർപ്പെട്ടു സെമി സർക്കാർ അരീന തിയേറ്റർ അങ്ങനെ നാടകത്തിന് ഇതുണ്ട്. വിവിധ തിയേറ്ററുകളുണ്ട്, നാടകശാലകളുണ്ട്. പ്രൊസീനിയം അരീന പിന്നെ അരീന തിയേറ്റർ വെച്ചാൽ സർക്കിൾ വൈസ് സർക്കിൾ ഫുൾ സർക്കിൾ സ്ട്രീറ്റ് പ്ലേക്ക് ഫുൾ സർക്കിൾ സ്ട്രീറ്റ് പ്ലേ ചുറ്റോടിയൻസ് ഉണ്ട്. അപ്പോൾ തെരുവ് നാടകത്തിന് സ്ട്രീറ്റ് പ്ലേ അതിന് അത് ഫുൾ സർക്കിൾ എങ്ങനെ വേണമെങ്കിൽ ഏത് ഫോം ഉപയോഗിക്കാം. അതായത് നമ്മുടെ ഗ്രീക്ക് തിയേറ്ററാണ് ഏറ്റവും പറഞ്ഞത്. ഗ്രീക്ക് തിയേറ്ററിൽ പിന്നെ വന്നിട്ട് ഷേക്സ്പിയർ മറ്റേ പിന്നെ ഈ പിന്നെ അക്ഷര തിയേറ്റർ തിയേറ്റർ പിന്നെ നമ്മുടെ ഇവിടുത്തെ കലാകാര് ഇയാള് തോപ്പിൽ പാസി ആ പേരാണ് അത് കഴിഞ്ഞു. അത് പീപ്പിൾസ് തിയേറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെക്ഷനാണ് പീപ്പിൾസ് തിയേറ്റർ അല്ലെങ്കിൽ അക്ഷര തിയേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ക്ലാസിക് തിയേറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. സംസ്കൃതമാണ് സംസ്കൃതം അതിൻ്റെ ക്ലാസിക് ശ്ലോകങ്ങൾ. പീപ്പിൾസ് തിയേറ്റർ എന്ന് പറയുന്നത് ജനകീയ നാടകം
ജനങ്ങളുടെ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തിയേറ്റർ ഫോമാണ് അത് എല്ലാ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോമുകൾ നമ്മളങ്ങനെ അത് ഉണ്ടായിട്ടുള്ളത് അടുക്കളയിൽ നിന്നായിട്ട് വീട്ടിൽ പിന്നെ ഈ കസേര കൂട്ടുകൃഷി അങ്ങനത്തെ ഉണ്ടായിരുന്നു കുറച്ച് അതിൻ്റെ പ്രതിഷേധം നിങ്ങൾ അനുഭവിച്ചത് പക്ഷെ പിന്നീട് ആദ്യം നവോത്ഥാനമാണ് നമ്പൂരി മനസ്സിലാക്കി ശ്രീനാരായണഗുരുവിൻ്റെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളത് നവോത്ഥാനത്തിൻ്റെ ആളാണ് നമ്മുടെ നാരായണഗുരു. അതിന് ശേഷം നമ്പൂതിരി സമുദായത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ആ ഫ്യൂഡലിസം അതല്ലേ സ്ത്രീ സ്വാതന്ത്ര്യം വീട്ടിലെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് മനുഷ്യന് പുരുഷന് സ്വാതന്ത്ര്യം മെയിൻ നമ്പൂതിരിക്ക് മാത്രമേ അങ്ങനെ വരുന്ന തിയേറ്റർ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വിപ്പർസികളുടെ കണ്ടിന്യൂറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് ആളുകൾ നാടകം കാണാൻ വേണ്ടി ദ്വീപിലേക്കും കൊട്ടക്കരത്തിൽ പോകുന്ന സമ്പ്രദായം നാടകം ജനങ്ങളെവിടെയും അവരുടെ ഇടയിലേക്ക് അതാണ് അത് നമ്മുടെ എഫിലല്ല. അതിന് മുമ്പ് ചെയ്തതാണ്. അതായത് സബ്ദ്രാക്ഷൻ ഉള്ള ആളൊക്കെ ചെയ്ത് തെരുവിൽ തല്ലി കൊല്ലപ്പെട്ടുള്ള ജനങ്ങളുടെ സാമൂഹ്യ വിഷയങ്ങളിലേക്ക് വൈഫിന്റെ കുട്ടികൾക്കൊക്കെ ഇതിന് കലക്കി അത് നല്ല പ്രോത്സാഹനമല്ലേ? ലൈഫ് ഷേപ്പിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് ഞാൻ കല്യാണിട്ട് തീരെ നോക്കില്ലാത്ത പിന്നെ സീതന്ന് വായിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ സാഹചര്യത്തിൽ തോന്നണം മനസ്സിലായി. പക്ഷെ അത് നമ്മുടെ കാഴ്ച തുടങ്ങിയ നമ്മൾ ഒരു പക്ഷിക്ക് ഒരു പോക്കല്ലേ അതന്നെ നമുക്ക് ഈ കലയിൽ നിന്നും ജീവിക്കാൻ അതായത് ഇപ്പോൾ ഒരു 50-60 കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വളർത്തായത് ഞാനിപ്പോൾ ഒരു 4-5 വർഷം മുതൽ പറഞ്ഞാൽ ഞാൻ കലാരംഗത്തുള്ളൂ, വേറെ പഠിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ തലയിലെടുത്ത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നമുക്കൊരു ആഗ്രഹം ഇത് കോമൺ. പക്ഷെ നമ്മൾക്ക് എന്ത് നമ്മളത് ഒഴിവാക്കിയിട്ട് നമ്മളിതുവരെ ജീവിച്ചില്ലേ അത് മതി. അത് ചിലപ്പോൾ അത് ഗുണപരമായിരിക്കാം, സാമ്പത്തിക നേട്ടം അതല്ല. നമുക്ക് കിട്ടിയ സ്പേസ് ഉപയോഗിച്ച് കഠിനമായിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് ഇതൊന്നും കിട്ടിയില്ല. അതല്ല പക്ഷേ അത് നമ്മളെ ജീവിക്കുമ്പോൾ ആ ജീവിതം കംപ്ലീറ്റ് ആയി. അതേസമയം പിന്നെ നമ്മൾ അത് കാർപ്പൻ്ററിൽ മെഷീനിൽ കെട്ടാൻ 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് കെട്ടാം. 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഇന്നലെ ആരോ ഫോൺ ചെയ്തപ്പോൾ നമ്മൾ ചെയ്യുന്ന പത്ത് നമ്മൾ ചോദിക്കാം അതൊക്കെ
ഇപ്പോൾ ഒരു ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്റ്റീവ് സ്റ്റേജിൽ ആക്ട് ചെയ്യുമ്പോൾ ഇമ്പാക്ട് അത് നമ്മുടെ ആ ഒരു സ്വത്ത് അത് ഭയങ്കര നമ്മുടെ ഈ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കല്യാണ വീട്ടിൽ രാത്രി ഒരു ചേച്ചി പിന്നീട് എന്നെ നോക്കി ഒരു ചേച്ചി പാവം ഭയങ്കര ഞാൻ 6 മാസം പാട്ട് ആൾക്കെടുപ്പിലായിരുന്ന ആളാണോ? അപകടം പറ്റി ശരി. അപ്പൊ പാട്ടിന് ഭയങ്കര ഇതാണ് ഒരാൾക്ക് അതിലിപ്പോ ഈ മ്യൂസിക് തെറാപ്പി തോന്നുന്നത് ചില പാട്ടും ചില വരികളും സാധിക്കും അങ്ങനെ അനുഭവം ചേട്ടനുണ്ടല്ലേ? അങ്ങനെ പറയും ഒരുപാട് അങ്ങനെയാണ് സൗഹൃദം ഒരുപാട് സൗഹൃദം ഇന്നലെ കോയമ്പത്തൂർ എന്നാ പരിപാടി ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ കോയമ്പത്തൂരിൽ മുമ്പും വരെ എവിടെ ആലോചിച്ചു റിട്ടയർമെന്റ് ലൈഫിൽ പാട്ടുകളൊക്കെ തന്നെ ചെയ്ത് അടുത്തൊരു മാസത്തേക്കുള്ള ഊർജ്ജം ശരി ഇങ്ങനെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകത ആ കോവിഡ് സമയത്താണ് ഈ വാട്സപ്പ് മ്യൂസിക് ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നത് തന്നെ. അതിന്റെ പാട്ട് വയറലായതപ്പോ ഈ ദേവാലയത്തിലെ അപ്പൊ ഞാൻ വേറെ പാട്ട് പഠിക്കാൻ ഇത് കേൾക്കാത്ത അപ്പൊ അവര് അന്ന് ദേവാലയം രണ്ടുപേരും അത് കുഴപ്പമൊന്നുമില്ല. അത് കേട്ടോ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ കാലമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ ഒഴുകുന്നു നീ. ആഹാ സൂപ്പർ, ഒന്നും പറയാല്ലേ. ഇതെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക